കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലെ 21-ാം ദിവസം എല്ലാ വിശ്വാസികൾക്ക് ഏക സ്വാഗതം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുപാട് വലിയ ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ്. കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് വരുന്നു. കുടുംബക്കാരനിടയിൽ സന്തോഷം, സമാധാനം, എല്ലാവരും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇതെല്ലാം സാധാരണ ക്രിസ്മസിൽ നടക്കും. ചില സമയത്ത് ചില സ്ഥലത്ത്, ചില കുടുംബത്തിൽ ക്രിസ്മസിനാണ് ഗെറ്റ് ടുഗെദർ അവർ വയ്ക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വരാൻ പറ്റുമല്ലോ. എന്നാൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഇവിടെ സന്തോഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എല്ലാവരും തമാശയെല്ലാം പറഞ്ഞ് നടക്കും, സന്തോഷം മാത്രം. പക്ഷെ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം കർത്താവിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ആ വാക്യം ഏതാണ് നമുക്ക് നോക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം ഏതാണ് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ വളരെ ഭയപ്പെട്ടു. അപ്പം നമുക്ക് മനസ്സിലാക്കണം, കർത്താവിൻ്റെ ദൂതൻ ആദ്യം അവരുടെ അടുത്തെത്തി, പിന്നെ അവർ വളരെ ഭയപ്പെട്ടു എന്നാണ് നമുക്കിവിടെ വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കുക 3 കാര്യമാണ്. സന്തോഷം, രണ്ടാമത്തത് ഒരു ഭയം, മൂന്നാമത്തത് ഒരു ആഹ്ലാദം, ഒരു സന്തോഷത്തിലും കൂടുതൽ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം പറയത്തില്ലേ, അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ സന്തോഷം എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ സന്തോഷമാണ്, ഇന്ന് എനിക്ക് രോഗങ്ങളില്ല, ഇന്ന് എനിക്ക് പ്രശ്നങ്ങളില്ല, ഇന്ന് ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു, എൻ്റെ കുടുംബം സമാധാനത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. രണ്ടാമത്തത് എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിനെ കാണുവാൻ വേണ്ടി ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. കർത്താവിനെ കാണുവാൻ വേണ്ടി, കർത്താവിനോടൊപ്പം ആയിരിക്കാൻ വേണ്ടി, കർത്താവിൻ്റെ വിശ്വാസത്തിലും വിശുദ്ധിയിൽ ജീവിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടാവണം. എന്നാൽ മൂന്നാമത്തെ കാര്യം ഭയം എന്താണെന്നറിയോ? ഈ തിന്മ ചെയ്ത വ്യക്തികൾക്ക് ഭയമുണ്ടാവണം. പക്ഷെ അതിനുശേഷം കർത്താവ് വന്നതിന് ശേഷം ആ ഭയം എന്തായി മാറും? ദൈവസ്നേഹമായി മാറും. ദൈവം ഉറപ്പായിട്ട് അവരെ ആശ്വസിപ്പിക്കും, ദൈവം ഉറപ്പായിട്ട് അവരെ ശക്തിപ്പെടുത്തും, ദൈവം കൂടുതൽ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്നൊരു ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അത് മറ്റേതൊന്നുമല്ല. ഒന്ന് സന്തോഷം, രണ്ടാമത്തത് ഒരു ആഹ്ലാദം, ഒരു എക്സൈറ്റ്മെൻറ്റ്, മൂന്നാമത്തെ ഒരു ഫിയർ ഭയം. ഈ 3 കാര്യങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ഉണ്ടാവണം. കർത്താവിനെ കാണണം, കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കണം. മറ്റേതൊരു എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ എനിക്ക് കർത്താവിനെ കാണണം, കർത്താവിൻ്റെ വിശുദ്ധി എനിക്ക് പങ്കുവയ്ക്കണം, കർത്താവിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതം ഞാൻ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ അശുദ്ധിയെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. മൂന്നാമത്തത്, തിന്മ ചെയ്ത വ്യക്തി ഭയപ്പെടുന്ന പോലെ എൻ്റെ കർത്താവ് എൻ്റെ ഇടയിൽ കടന്നു വരുമ്പോൾ പിന്നെ ഞാൻ ഒരു തിന്മയും ചെയ്യത്തില്ല, എനിക്കൊരു ഭയം ഉണ്ടാവത്തില്ല. കാരണം ദൈവം എന്നെ ശക്തിപ്പെടുത്തും എന്നൊരു വിശ്വാസം നമുക്കെന്നും ഉണ്ടാവണം. ഈ ഒരു വലിയൊരു വിശ്വാസത്തോടെ ഈ ക്രിസ്മസ് നമുക്ക് പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ കൂടെ ഉണ്ടാവട്ടെ. ആമേൻ.